ശ്രീരാമചന്ദ്രപ്രഭോ പാഹി പാഹി. ബ്രഹ്മാദിയോഗിമുനിസേവിതസിദ്ധമന്ത്രം ദാരിദ്ര്യദുഃഖഭവരോഗവിനാശമന്ത്രം സംസാരസാഗരസമുദ്ധരണൈകമന്ത്രം വന്ദേ മഹാഭയഹരം രഘുരാമമന്ത്രം. അഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. രാമ 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 ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. സുഹൃത്തുക്കളെ, രാമായണ പ്രിയരെ, നമുക്ക് ഇന്നലെ തക്ഷകനെയും പുഷ്കലനെയും രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരൂ എന്നാണ് പറഞ്ഞിട്ട് ഭരതനെ പറഞ്ഞു വെച്ചതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏട്ടൻ്റെ ആജ്ഞയനുസരിച്ചിട്ട് മക്കളെ രണ്ടുപേർക്കും അവിടെ ഓരോ രാജ്യത്തിൽ രാജാവാക്കി വാഴിച്ച് ഭരതൻ ഇങ്ങോട്ട് വരികയും ചെയ്തു, അയോധ്യയിലേക്ക്. പിന്നീട് ലക്ഷ്മണൻ 2 കുട്ടികളാണ്. അംഗദനെയും ചന്ദ്രകേതുവാം അവനെയും എങ്ങനെ വാഴിക്കാവൂ ചൊല്ലുവിനെന്ന നേരം മതിമാൻ അംഗദനെ വാഴിക്കാമിനി താരാപഥമാം അവനിൽ എന്നതു ഭരതനും. ചന്ദ്രകേതുവിനെയും വാഴിക്കാമല്ലോ പിന്നെ ചന്ദ്രകാന്തത്തിങ്കൽ നിർമ്മിച്ചൊരു പുരവരെ. എങ്കിലോ താരാപഥേ വാഴിക്കൻ അഭിഷേകമംഗദൻ തനിക്കു ചെയ്തരുളി ചെയ്തു നാഥൻ. മംഗലം വരുമാറു പശ്ചിമദിശി ഭവാനംഗദനെയും കൊണ്ടുപോക സൗമിത്രേ ശീഘ്രം. ചന്ദ്രകാന്താഖ്യദേശേ വാഴുകെന്നഭിഷേകം ചന്ദ്രകേതുവിനു ചെയ്തിടിനാൻ ജഗന്നാഥൻ. ഉത്തരദിശി പോക ഭരതനിവനുമായി സത്വരം കാര്യം സാധിച്ചത്രൈവ വന്നീടു നീ. യുദ്ധമാജ്ഞാപിച്ചോരളവിരുവരും ബദ്ധമോദേന പുറപ്പെട്ടിതു പടയുമായി. ഏകവത്സരം കൊണ്ടു സാധിച്ചു കാര്യങ്ങളും സാകേതപുരിപുക്കു ഭരതനനുജനും കാകുൽസ്ഥനപരജന്മാരുമായ അയോധ്യയിൽ ഭോഗത്തോടിരുന്നിതു പിന്നെയും അനേകം നാൾ. ഇനിയിപ്പം ലക്ഷ്മണന്റെ 2 കുട്ടികളാണ്, അംഗദനും ചന്ദ്രകേതുവും. അവരിപ്പോൾ എവിടെയാ നമ്മൾ വാഴിക്കുക ചോദിച്ചു അനുജന്മാരോട്. അപ്പോ ഭരതൻ പറഞ്ഞു, ചന്ദ്രകേതു അംഗദന താരാപഥത്തിൽ വാഴിക്കാം. താരാപഥം എന്ന രാജ്യത്ത് അംഗദന് വാഴിക്കാം. ചന്ദ്രകേതുവിന് ചന്ദ്രകാന്തത്തിൽ തന്നെ ഒരു കൊട്ടാരമൊക്കെ നിർമ്മിച്ച് അവിടെ ചന്ദ്രകേതുവിനെയും വാഴിക്കാമല്ലോ ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. അത് ശരി തന്നെ. എങ്കിലേ അംഗദനെയും കൊണ്ടുപോയിട്ട് താരാപഥത്തില് രാജാവാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു. പിന്നെ വടക്ക് ഭാഗത്തേക്ക് ഭരതൻ ഇവനുമായിട്ട് പോകണമെന്ന് പറഞ്ഞു. ലക്ഷ്മണനും ഭരതനും കൂടി പോയി അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി 1 വർഷം കൊണ്ട് അവിടെ കൊട്ടാരമൊക്കെ ഉണ്ടാക്കി വന്നു. അങ്ങനെ 2 പേരും ഉത്തര ദിക്കിലും പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും എല്ലാ ഭാഗത്തും ഈ 2 മക്കളാണ് ഓരോരാൾക്കും ഇല്ലത്. ആ 3 അനുജന്മാരുടെ മക്കളെ ഓരോ ദിക്കിൽ വാഴിച്ചിട്ട് രാമചന്ദ്രൻ ഈ അനുജന്മാരും സ്വന്തം മക്കളുണ്ടല്ലോ 2 പേര്, അവരെയും കൊണ്ട് അവിടെ ഇങ്ങനെ ഒരുപാട് കാലം താമസിച്ചു എന്ന് പറയുന്നു. അപ്പോഴേക്ക് വീണ്ടും വരികയല്ലോ. ഭഗവാൻ ഇങ്ങനെ നമ്മളെപ്പോലെ മനുഷ്യജന്മം എടുത്തുകൊണ്ട് നമ്മളെപ്പോലെ തന്നെയാണ്. സുഖദുഃഖങ്ങൾ ഇടകലർന്ന് വരും. സുഖം വരും, അപ്പോൾ വരും ഒരു ദുഃഖം, പിന്നീടൊരു സുഖം വരും, ഒരു ദുഃഖം വരും. ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഉണ്ടായത്. അക്കാലം യമൻ മുനിവേഷമായി വന്നിടനാൻ ചൊൽക്കൊള്ളും അയോധ്യയിൽ രാമചന്ദ്രനെ കാൺമാൻ. ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു നിന്നതു കാലം താപസൻ സൗമിത്രയെ കണ്ടുടനറിയിച്ചാൻ.
ഞാനൊരു മഹാമുനി ശ്രേഷ്ഠൻ തന്നുടെ ദൂതൻ മാനവേന്ദ്രനെ കാൺമാനായി വന്നേനറിഞ്ഞാലും. ആ സമയത്ത് യമരാജാവ് ഒരു മഹർഷി വേഷത്തിൽ വന്നു. ഇവിടെ എല്ലാവർക്കും പോവാനായി. അത് തന്നെ അതിന്റെ തത്വം, വേറൊന്നുമില്ല. അത് പറഞ്ഞു, ഗോപുരദ്വാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ആരെ കണ്ടത്? ലക്ഷ്മണകുമാരനെ കണ്ടിട്ട് പറഞ്ഞു, ഒരു മഹാമുനിയുടെ ദൂതനാണ് ഞാൻ, എനിക്കൊന്ന് ഭഗവാനെ കാണണം എന്ന് പറഞ്ഞു. അത് പോയിട്ടൊന്ന് പറഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പം ഭൂപതി തന്നോടതു ചെന്നറിയിക്കയെന്നു താപസൻ പറഞ്ഞതു കേട്ടു ലക്ഷ്മണൻ ചെന്നു. സംഭ്രമത്തോടെ ഉണർത്തിച്ചതു കേട്ട നേരം സംപ്രീതി പൂണ്ടു ചെന്നു വന്ദിച്ചു മുനീന്ദ്രനെ. എന്തഭിമതമെന്നു ചൊൽകെന്നു കേട്ട നേരം സന്തോഷത്തോടും പറഞ്ഞിടിനാൻ മുനീന്ദ്രനും. ആരും കൂടാതെ തമ്മിൽ തന്നെ മന്ത്രിക്ക വേണ്ടും കാര്യം ഉണ്ടതിന്നു നീ ഒന്നു ചെയ്യുകയും വേണം. ഓരോന്നു തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൽ മധ്യേയാരാനും വരികിൽ നീ അവരെ വധിക്കണം എന്നത് എന്നോട് സത്യം ചെയ്ത് ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവൻ ധരാപതേ. സൂത്രം യമനല്ലേ ആള്, ഇങ്ങനെ പറഞ്ഞു. പനിയൻ വേഗം പോയിട്ട് ലക്ഷ്മണകുമാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ജ്യേഷ്ഠ പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവന്നു. എന്താണ് കാര്യം, എന്ത് വേണ്ടത് എന്ന് വെച്ചു. നേരം പറഞ്ഞു. സന്തോഷിച്ചിട്ട് പറഞ്ഞു, ആരും ഇല്ലാതെ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ഒരു കാര്യം ചെയ്യണം. നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇടക്കാരെങ്കിലും വന്നെങ്കിൽ അവരെ കൊല്ലണം, വധിക്കണം എന്ന് പറഞ്ഞു. എന്നതെന്നോട് സത്യം ചെയ്യുക ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവൻ ധരാപതി. എന്തതിനൊരു ദണ്ഡമതു ഞാൻ ചെയ്തിടുവൻ ചിന്തിതമെന്നോടറിയിച്ചാലും വൈകിടാതെ. ലക്ഷ്മണ നീ താൻ തന്നെ ഗോപുരദ്വാരത്തിങ്കിൽ നിൽക്കണമിത്താപസൻ പോവോളം ഒരുത്തരും ഇങ്ങോട്ടു കടന്നു വന്നിടാതെ നിർത്തിയിടണം അങ്ങനെ തന്നെയെന്നു ലക്ഷ്മണനുര ചെയ്താൻ. ഗോപുരദ്വാരേ ചെന്നു നിന്നൊരു സൗമിത്രിയും താപസനോടു രഘുനാഥനുര ചെയ്താൻ. മന്ത്രശാലയിൽ പോകാ വിജനത്തിങ്കിൽ തവ ചിന്തിതമെല്ലാം എന്നോടറിയിക്കയും വേണം. അങ്ങനെ ക്രോധാകാരം എന്നൊക്കെ പറഞ്ഞതുപോലെ മന്ത്രശാല പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഓരോരോ കാര്യം ചെയ്യാൻ ഓരോരോ സ്ഥലം പ്രത്യേകമാണ് ഈ രാജാക്കന്മാർക്കൊക്കെ. അങ്ങനെ പറഞ്ഞു, ലക്ഷ്മണ നീ തന്നെ നിൽക്കണം ഗോപുരദ്വാരത്തിൽ. ആര് വന്നാലും അവർക്ക് കടക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് താമസനോട് പറഞ്ഞു, മന്ത്രശാലയിൽ പോകാം നമുക്ക്, അവിടുന്ന് ആരുമില്ലാത്ത സമയത്ത് എന്നോട് കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് പറഞ്ഞു. ഭൂപതേ കേട്ടുകൊള്ളുക ഞാൻ വന്ന കാര്യമെല്ലാം ധർമ്മതൽപരനായ ധർമ്മരാജൻ ഞാനിക ബ്രഹ്മാവിൻ നിയോഗത്താൽ വന്നിതെന്നറിഞ്ഞാലും ബ്രഹ്മാവിൻ അരുളപ്പാടെല്ലാമേ ചൊല്ലാമല്ലോ. ചിന്മയനായ ഭവാനാദികാലത്തൂ മുത സർവലോകങ്ങളെയും തൻകലെ അടക്കിക്കൊണ്ടവ്യനായ ഭവന്നാഭി പങ്കജത്തിങ്കിൽ എന്നെയും നിർമ്മിച്ചുടൻ അനന്താകൃതി കൊണ്ടു പന്നകമായ തൽപ്പേ പള്ളി കൊള്ളുന്ന നേരം തന്നെ കർണമലം കൊണ്ടു നിർമ്മിച്ചിടാൻ ഉന്നതന്മാരാം മധുകൈടഭാസുരന്മാരെ. ഞാൻ വേറെ ആരുമല്ല, ഞാൻ അന്തകനാണ്. എന്നോട് ബ്രഹ്മാവ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പറയാനാണ് വന്നത് ഞാൻ പറഞ്ഞു. അത് പറയാം. ആദ്യകാലത്ത് സർവ്വലോകങ്ങളെ ഉള്ളിൽ അടക്കിക്കൊണ്ട് ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്ന സമയത്ത് അങ്ങയുടെ താമരപ്പൂവിൽ നിന്ന് എന്നെ നിർമ്മിച്ചല്ലോ അരുവന്ന ബ്രഹ്മാവ്. എന്നിട്ട് ആ പന്നകശായിയായിട്ട് കിടക്കുന്ന സമയത്ത് കർണമലം കൊണ്ട് നിർമ്മിച്ചു. ആരാ? മധുന്നും കൈടഭന്മാരും രണ്ടാസുരന്മാരാ. യുദ്ധം ചെയ്ത 5000 ദിവ്യവത്സരത്തിനാൽ ഉദ്ധിതന്മാരെ വസിച്ചവർകൾ മേധസ്സിനാൽ മേദിനി തന്നെ നിർമ്മിച്ചോരനന്തരം ഭവാൻ ധാതാവാം എന്നെ കൊണ്ടു നിർമ്മിപ്പിച്ചതു. പിന്നെ നാനാ ജന്തുക്കളെയും ഈ 7 ലോകങ്ങളും
മാനമോടവത്തെ താങ്ങുന്നതും നീതാനല്ലോ. അങ്ങനെ ഞാൻ അങ്ങയുടെ താമരപ്പോലും ഇരിക്കുന്ന സമയത്ത് കർണമലം കൊണ്ട് മധു എന്നും കൈടഭൻ എന്നും പറഞ്ഞ 2 അസുരന്മാരെ ഉണ്ടായിരുന്നു. അവര് ഈ കർണമലം കൊണ്ട് ഉണ്ടാക്കിയെന്ന് അവരെ 5000 ദിവ്യ സംവത്സരം യുദ്ധം ചെയ്തിട്ട് അവരെ കൊന്നു. അവര് മേധസ് കൊണ്ട് മേദിനി ഉണ്ടാക്കി, അതായത് ഭൂമി എന്നെ കൊണ്ട് ഓരോന്നോരോന്നോരോന്നോ നിർമ്മിപ്പിച്ചില്ലേ അങ്ങ്. കുറെ ജന്തുക്കളെയും ലോകങ്ങളും ഇവരെയൊക്കെ താങ്ങുന്നതും അങ്ങ് തന്നെയല്ലേ. ഓരോരോ തരം അവതാരം ചെയ്തിന്ദ്രാദികൾക്ക് ഓരോരോ തരമുണ്ടാം. ആപത്തു തീർത്തുകൊണ്ടു ധർമ്മത്തെ സ്ഥാപിച്ച ധർമ്മങ്ങളെ ക്ഷയിപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു രക്ഷിക്കുന്നതും ഭവാൻ. ഇക്കാലം ദശരഥപുത്രനായി പിറന്നുണ്ട നിക്ഷ്വാകുവംശത്തെയും വർദ്ധിപ്പിച്ചനുദിനം വത്സരം 11,000 ചെന്നു. ഭക്തവത്സലാകാലം ത്രേതായുഗമെന്നറിഞ്ഞാലും മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ വസിച്ചതും മാനവവീരാ മതിയെന്നു ധാതാവിൻ മതം. ബാലന്മാർ താതനോട് പറയും വണ്ണം ഞാൻ ഈ കാലദേശാവസ്ഥകൾ ചൊന്നതു ക്ഷമിച്ചാലും ധാതാവ് മുന്നം അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചിതിപ്പോഴവതാര കാര്യങ്ങൾ നാഥ. വൈകുണ്ഠലോകത്തിങ്കൽ എഴുന്നള്ളുവാൻ കാലം വൈകരുതെന്നു ധാതാ ചൊൽകയാൽ വന്നു ഞാനും. എന്നുടെ മനസ്സിലുമുണ്ടിതു പിതൃപതേ വന്നിടുന്നുണ്ടു കാലം വൈകാതെ ഞാനും നൂനം. അങ്ങനെ ദേവന്മാർക്ക് ഓരോ ആപത്ത് വരുന്നതൊക്കെ ആ സമയാസമയത്തെല്ലാം ഒക്കെ തീർത്ത് അങ്ങനെ രക്ഷിച്ചത് അങ്ങ് തന്നെയാണ്. ഈ കാലത്ത് ദശരഥന്റെ പുത്രനായിട്ട് ഇക്ഷ്വാകു വംശത്തെ ഒരുപാട് വർദ്ധിപ്പിച്ചു. അങ്ങനെ 11,000 വർഷം ചെന്നു. ഭക്തവത്സല, ത്രേതായുഗം അത്രയും ആയി. 11,000 വർഷം കഴിഞ്ഞു. ഇനി മാനുഷവേഷം മതി, മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിച്ചത് മതി എന്ന് ധാതാവ് പറയുന്നു. മക്കൾ അച്ഛനോട് പറയുന്നത് പോലെ വിചാരിച്ചിട്ട് ഞാനീ പറയുന്നത് ക്ഷമിക്കണേന്ന് പറഞ്ഞു. അങ്ങത് പറയാനാണ് വന്നതിന് ധാതാവ് ഇത് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞത് ഞാനിത് അവിടെ വന്നു പറഞ്ഞു. അന്നേരം പറഞ്ഞു, എൻ്റെ മനസ്സിലുണ്ടത്. അന്തകനോട് പറയുന്നു, എൻ്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ, ഞാൻ വേഗം തന്നെ വരാന്ന് അവിടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ആ സമയത്താണ് ദുർവാസാവ് മഹർഷി വരുന്നത്. ഒക്കെ അതാത് സമയത്ത് നടന്നോളൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഭഗവാന്റെ ഓരോരോ തീരുമാനം അനുസരിക്കാനേ നമ്മളെ പോലുള്ളവർക്കും അതുപോലെ ദേവന്മാർക്കും ഒക്കെ സാധിക്കുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. എന്നിവർ തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യേ വന്നിതു ദുർവാസാവും ഗോപുരദ്വാരത്തിങ്കൽ ലക്ഷ്മണനോട് മുനിമുഖ്യനുമരു ചെയ്തു. ലക്ഷ്മി വല്ലഭൻ തന്നെ കാണാനായി ഞാനും അത്ര നിൽക്കുന്നിരുന്നു ചെന്നു വൈകാതെ പറക നീ സൽക്കരിപ്പതിനെന്നെ പാർപ്പിച്ചിടരുതേതും എന്നതു കേട്ടു ഭീതി പൂണ്ടു ലക്ഷ്മണൻ ചൊന്നാൻ, ഇന്ന് അഭിമതം എന്തെന്നരുളി ചെയ്യേ വേണ്ടു. അല്ലാകിൽ മുഹൂർത്തം നിന്നരുളിയിടുക വേണം, അല്ലലുണ്ടഗ്രജനു കാൽക്ഷണം കാലം പോറ്റി എന്നത് കേട്ടു മുനി കോപം പൂണ്ടരു ചെയ്തു. ഇന്നിനി പാർപ്പാൻ എനിക്കില്ല അവസരമേതും, ഭൂപതി തന്നെ കാൺമാനില്ല അവസരമെങ്കിൽ ശാപത്താൽ മുടിപ്പൻ ഞാൻ ഭാനുവംശത്തെയെല്ലാം. എന്നതു കേട്ട നേരം സൗമിത്രി വിചാരിച്ചാൻ, ഇന്നു ഞാൻ മൂലം മുടിഞ്ഞിടരുതല്ലോ വംശം. വംശനാശത്തിൽ നല്ലു ഞാനേകൻ മരിപ്പതും സംശയമില്ലെന്നോർത്തു സൗമിത്രി പുറപ്പെട്ടാൻ. രാമചന്ദ്രനെ കണ്ടു തൊഴുതു ചൊല്ലിയടിനാൻ, വാമദേവാംശോത്ഭൂതൻ താപസൻ അത്രിപുത്രൻ ഗോപുരദ്വാരത്തിങ്കലുണ്ടു നിൽക്കുന്നു കാൺമാൻ. താപസോത്തമൻ തന്നെ ചെന്നു വന്ദിച്ചിടണം. ലക്ഷ്മണകുമാരൻ പറഞ്ഞു, എന്താണ് കാര്യം, എന്നോട് അരുളി ചെയ്താൽ മതി മഹർഷേ, അല്ലെങ്കിൽ ഒരു മുഹൂർത്തം
നിൽക്കണം. ജ്യേഷ്ഠനെ കുറച്ച് സമയം കാണാൻ ഒരു വിഷമമുണ്ട്. എന്നാൽ ദേഷ്യവാസമല്ല ആള്. അതേ എന്നാണ് ഹേതുവിനൊരു കേതു എന്ന് പറയുന്നത് പോലെയാണ്. ഒക്കെ ഇതിങ്ങനെ സാധാ സമയത്ത് വേണ്ട പോലെ വരുന്നതാണ്. ദേഷ്യം എന്നിട്ട് പറിച്ചിട്ട് പറഞ്ഞു, അതെ അനക്കിപ്പം നിൽക്കാൻ സമയമൊന്നുമില്ല. അപ്പം രാജാവിനെ കാണാൻ അവസരം ഇല്ലെങ്കിൽ ഞാൻ ശപിച്ചിട്ട് നമ്മളെ ഈ ഭാനുവംശം, അതായത് സൂര്യവംശം മുഴുവൻ നശിപ്പിക്കും. അപ്പം വിചാരിച്ചു ലക്ഷ്മണൻ, ഞാൻ നിമിത്തം സൂര്യവംശം മുടിയാൻ പാടില്ലല്ലോ. വംശം മുഴുവനും മുടിയുന്നതിനേക്കാളും ഞാൻ ഏകൻ മരിക്കുന്നതല്ലേ നല്ലത്. അതിന് സംശയമില്ല എന്ന് വിചാരിച്ച് സൗമിത്രി ഒരു ജ്യേഷ്ഠനോട് പറഞ്ഞു, ആ മഹാദേവന്റെ അംശമായിട്ടുള്ള ആ താപസനുണ്ടല്ലോ, അത്രയുടെ പുത്രനായ അദ്ദേഹം ഗോപുരദ്വാരത്തിൽ നിൽക്കുന്നു, കാണണം, പോയിട്ട് ഒന്ന് കാണണം, ജ്യേഷ്ഠ വന്ദിക്കണം എന്ന് പറഞ്ഞു. തമാകർണ കാലനാകിയ മുനി തന്നെ സത്വരം പോകെന്നുടനയച്ചു പുറപ്പെട്ട അത്രിപുത്രനെ തോതെന്ത് അഭിമതമെന്നു ചിത്തമോദേന ചോദിച്ചളവു ചൊന്നാൻ മുനി. 1000 സംവത്സരമുണ്ടു ഞാൻ അനശനായിരിക്കുന്നു, പുനരുന്നതിന്നവസാനം പാരണ ചെയ്തിടണമെന്നതിനെനിക്കിപ്പോൾ പാരാതെ തരിക നീ ഭോജനമെന്ന നേരം. നഷ്ടമായന്നം കൊടുത്തിടാൻ നരേന്ദ്രനും തുഷ്ടി കൊണ്ടിതു മുനി തൃപ്തനായതു നേരം. ആശീർവാദവും ചൊല്ലിപ്പോയതു മുനീന്ദ്രനുമാശു മാനസേ ചിന്തിച്ചിടിനാൻ നരപതി. ഒന്നും വേണ്ട, അയാൾക്ക് ഒരുപടി ഭക്ഷണേ വേണ്ടു. അത് ഞാൻ ഈ ഭഗവാനെ തന്നെ കാണണോ, രാജാവിനെ തന്നെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ലക്ഷ്മണകുമാരൻ പറഞ്ഞതാണ്. പക്ഷെ പോരാ, ഇവിടെ സംഭവിക്കുക വേണ്ടേ. ആ കാലൻ മഹർഷിയായിട്ട് വന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാ പിന്നെ പോയാലും ഞാൻ വന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ദുർവാസാവിനെ വന്ന് നമസ്കരിച്ചു. എന്ത് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ 1000 വർഷമായി പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അതിന് ഇന്ന് എനിക്ക് അവസാനം വേണം, പാരണ ചെയ്യണം, എനിക്ക് ഗംഭീരമായിട്ട് ഭോജനം തരണം എന്ന് പറഞ്ഞു. ഇഷ്ടമായി അന്നം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. സന്തോഷമായും ചെയ്തു. മഹർഷിക്ക് ആശീർവദിച്ചിട്ട് പോവുകയും ചെയ്തു. അന്നേരാണ് ശ്രീരാമചന്ദ്രൻ ഓർമ്മിക്കുന്നത്, നമ്മിലെ സംവാദങ്ങൾ കഴിഞ്ഞുകൂടും മുമ്പേ നമ്മുടെ മുമ്പിൽ വരുന്നവരെ വധിപ്പൻ ഞാൻ എന്ന് താപസനോട് സത്യവും ചെയ്തേനല്ലോ. വന്നിഹ പറഞ്ഞതു ലക്ഷ്മണനല്ലോ താനും, എങ്ങനെ അവനെ ഞാൻ കൊല്ലുന്നു നിരൂപിച്ചാൽ മംഗലമല്ല സത്യലംഘനം ചെയ്യുന്നതും. ആ അന്തകനി ഞാനൊരു വാക്ക് കൊടുക്കുകയും ചെയ്തിനല്ലോ, എൻ്റെ മുമ്പിൽ വരുന്ന ആളെ ഞാൻ കൊല്ലാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ലക്ഷ്മണനാന്ന് വന്നതും ഞാൻ എങ്ങനെ അവനെ കൊല്ലും? എൻ്റെ ജീവനല്ലേ ലക്ഷ്മണൻ, ഞാൻ എങ്ങനെ ലക്ഷ്മണനെ കൊല്ലും? കൊല്ലാതിരുന്നാൽ എൻ്റെ സത്യം പിഴക്കും ചെയ്യും. ഇങ്ങനെ സങ്കടം വന്നിട്ട് എന്നുടെ പരിതാപം കണ്ടാലും അയ്യോ പാപം എന്നു ഖേദിച്ചിടുന്നൻ മാനവപ്രവരനും ആനനാബ്ജവും കുമ്പിട്ടാതിൽ മുഴുത്തതിദീനനായി മരുവീടും അഗ്രജൻ തന്നെ കണ്ടു. സന്തുഷ്ടഭാവത്തോട് സുമിത്രാപുത്രൻ ചൊന്നാൻ, സന്താപം എന്നെ കുറിച്ചുണ്ടായിടല്ല നാഥ, സത്യത്തെ രക്ഷിച്ചുകൊൾ എന്നെ നിഗ്രഹിച്ചു നീ, ചിത്തത്തിൽ എന്നിലൊരു കാരുണ്യമുണ്ടാവല്ല. എൻ്റെ കുട്ടീനെ, എൻ്റെ അനുജനെ ഞാൻ എങ്ങനെ കൊല്ലുന്നു എന്നുള്ള വിചാരം കൊണ്ട് മുഖം ആനനം അങ്ങനെ താഴ്ത്തിയിട്ട് എപ്പോഴും സങ്കടം തന്നെയല്ലേപ്പാ. അങ്ങനെ ഇരിക്കുമ്പം നല്ല സന്തോഷത്തോടെ പറഞ്ഞു ലക്ഷ്മണൻ, എന്നെക്കുറിച്ച് സങ്കടപ്പെടേണ്ട ജ്യേഷ്ഠ, ആ സത്യം രക്ഷിക്കണം. സത്യത്തെ ഇതുവരെ കളഞ്ഞിട്ടില്ലല്ലോ ജ്യേഷ്ഠൻ, അതുകൊണ്ട് എന്നിൽ ഇപ്പോൾ ഒരു സ്നേഹം എന്നോട് ഉണ്ടാവല്ല, അങ്ങനെ എന്നെ വധിക്കെന്ന് പറഞ്ഞു. തമോരോന്നേ സുമിത്രാത്മജൻ ചൊല്ലും തോറും എത്രയും വളർന്നിതു സന്താപം മേൽക്കുമേലെ, മന്ത്രികളോടു കുലാചാര്യാദി ജനത്തെയും തൻ തിരുമുമ്പിൽ വരുത്തി പറഞ്ഞിതു നൃപൻ.
സന്താപമൂലമെല്ലാം കേട്ടൊരു വസിഷ്ഠനും ചിന്തിച്ചു നരേന്ദ്രനോടന്നേരമരുൾ ചെയ്താൻ. തത്വരം സൗമിത്രിയെ വധിച്ചു പാലിക്കനേ സത്യത്തെ അല്ലെന്നാകിൽ മറയും ധർമ്മമെല്ലാം. ധർമ്മനാശത്താൽ ജഗത്രയവും മുടിഞ്ഞു പോം. നിർമ്മലൻ ദശരഥൻ നിന്നുടതാകൻ മുന്നം പുത്രസ്നേഹത്തെ ഉപേക്ഷിച്ചു പാലിച്ചാനല്ലോ സത്യത്തെ അതുമൂലം തനിക്കു ദുഃഖത്തിനായി മൃത്യു വന്നതും പുനരെന്നതു ധരിക്കനീ. പൃഥ്വിപാലന്മാരായാൽ സത്യത്തെ രക്ഷിക്കേണം പറഞ്ഞു. അനുജനെ കൊന്നിട്ട് സത്യം പാലിക്കുക, സത്യം കളയാൻ പാടില്ല. എൻ്റെ അച്ഛൻ നിന്നോടുള്ള സ്നേഹം, നീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നില്ലേ, എന്നിട്ട് ആ പുത്രസ്നേഹം മറന്നിട്ടല്ലേ നിന്നെ കാട്ടിൽ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു സങ്കടം കൊണ്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. എന്തായാലും രാജാക്കന്മാരായാലും എന്തായാലും സത്യത്തെ രക്ഷിക്കണം. നീ അങ്ങനെയില്ല രാജാവല്ലോ, എന്ത് ചെയ്തും സത്യത്തെ രക്ഷിക്കുന്ന ഒരു രാജാവല്ലേ അങ്ങ്. എനക്കറിയാം, സോദര സ്നേഹം തവ പാരമുണ്ടറിഞ്ഞു ഞാൻ, സാദരമെന്നാകിലും സത്യത്തെ രക്ഷിക്കണം എന്നവർ പറയുന്ന വാക്കുകൾ കേട്ട നേരം തന്നുള്ളിൽ വളർന്നൊരു ദുഃഖത്താൽ നരേന്ദ്രനും പോക സൗമിത്രേ ഭവൻ നിന്നെ ഞാൻ ഉപേക്ഷിച്ചേൻ ത്യാഗവും വധവുമൊക്കും നിരൂപിച്ചു കണ്ടാൽ ജീവനമായ നിന്നെ എന്നുപേക്ഷിച്ചു ഞാനും ജീവിച്ചു വാണിയിടുമോ ഭൂമിയിൽ എത്ര കഷ്ടം. അറ്റമില്ലാത്ത വിഷാദത്തെ പൂണ്ടതു കണ്ടു മറ്റുള്ള ജനങ്ങളും എത്രയും ദുഃഖം പൂണ്ട. അന്യനോട് പറഞ്ഞു, ലക്ഷ്മണ നീ പോ, എൻ്റെ മുമ്പൊന്ന് പോ, കൊല്ലുന്നതും പരിത്യജിക്കുന്നതും കണക്ക് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല, നീ പോയി കഴിഞ്ഞാൽ ഞാനത് ജീവിക്കൂല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പോയിക്കോ എന്ന് പറഞ്ഞു. നിന്നെ നീ പോയാൽ ഞാനും എൻ്റെ വഴി ഞാനും നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വല്ലാത്ത സങ്കടം വന്നിട്ട് സങ്കടക്കടലിലായിപ്പോയി എല്ലാവരും. അഗ്രജന്മാരെ തൊഴുതാചാര്യ പാദാബ്ജവും അഗ്രേ വീണുടൻ നമസ്കരിച്ചു പുറപ്പെട്ടാൻ ചെന്നിരുന്നിതു മഹാസരയൂ നദീ തീരെ. തന്നുള്ളിൽ ബ്രഹ്മധ്യാനമുറച്ചു യോഗത്തോടെ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തേറ്റം പുകഴ്ത്തിനാർ. ദേവേന്ദ്രൻ വിമാനവുമായി വന്നാനതു നേരം സുമിത്രാത്മജനെയും വ്യോമയാനത്തിലേറ്റി അമർത്യാലയത്തിങ്കൽ സുഖിച്ചു വസിപ്പിച്ചാൽ. ആതിഥേയന്മാരെല്ലാം പ്രീതന്മാരായാരപ്പോൾ ആദിനാഥനും എഴുന്നള്ളുമെന്നോർത്തു ഭക്തിയാ. എല്ലാവരും സഹോദരന്മാരെ നമസ്കരിക്കേണ്ട ആളെയൊക്കെ തൊഴുതു നമസ്കരിച്ചു. ആചാര്യൻ നമസ്കരിച്ചു, ചേട്ടൻ നമസ്കരിച്ചു. എന്നിട്ട് സരയൂ നദിയുടെ തീരത്തിരുന്ന് ബ്രഹ്മധ്യാനത്തിൽ ഉറച്ചിട്ടിങ്ങനെ യോഗ പ്രാണായാമം ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു. അവിടുന്ന് സ്തുതിക്കാൻ തുടങ്ങിയവര് ദേവേന്ദ്രൻ എന്ത് ചെയ്തു, വിമാനവും കൊണ്ടുവന്ന് ആ വിമാനത്തിൽ സുമിത്രാത്മജനായ ലക്ഷ്മണകുമാരനെയും കയറ്റി കൊണ്ടുപോയി ദേവലോകത്ത് കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിച്ചു. എല്ലാവർക്കും സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ഇപ്പം വരുമല്ലോ ഭഗവാൻ, ഇപ്പം വരുമല്ലോ എന്നുള്ളതോർത്ത് എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ഭാഗം സമർപ്പിക്കുന്നത്. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം ഏതദ്ധ്യ രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ.